കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability. കർഷകർക്ക് പ്രതീക്ഷ നൽകി കൊക്കോ. മികച്ച വിലയും കുറഞ്ഞ ചെലവും കൊക്കോയെ ലാഭകരമായ ഇടവിളയായി മാറ്റുകയാണ്. നേരത്തെ റബ്ബർ കൃഷിയെ ആശ്രയിച്ചിരുന്ന പല കർഷകരും കൊക്കോ കൃഷിയിലേക്ക് വന്നു തുടങ്ങി. സംസ്ഥാനത്ത് പച്ച കൊക്കോ ബീൻസിന് കിലോയ്ക്ക് 120 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. ഉണക്ക കൊക്കോയ്ക്ക് കിലോയ്ക്ക് 500 രൂപ വരെ വിലയുണ്ട്. മുൻകാലങ്ങളിൽ 1100 രൂപ വരെ വില ലഭിച്ചിരുന്നു. റബ്ബർ കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന നിരവധി കർഷകർ ഇപ്പോൾ കൊക്കോയിലേക്ക് തിരിയുകയാണ്. ഒരു കൊക്കോ മരത്തിൽ നിന്ന് 30 വർഷം വരെ സ്ഥിരമായ വരുമാനം ലഭിക്കും. ചില ഇനങ്ങൾ 50 വർഷം വരെ കായ്ക്കുകയും ചെയ്യും. ഒരേക്കറിൽ 100 മുതൽ 120 വരെ തൈകൾ നട്ടുപിടിപ്പിക്കാം. 20 അടിയെങ്കിലും അകലത്തിൽ തൈ നട്ടാൽ മികച്ച വളർച്ച ഉറപ്പാക്കാം. 3-ാം വർഷം മുതൽ തന്നെ ആദായം ആരംഭിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പൂവിടുന്നത്. ഡിസംബറിൽ വിളവെടുക്കുകയും ചെയ്യാം. കൊക്കോ ഗവേഷണ കേന്ദ്രങ്ങളിൽ അത്യുൽപാദന ശേഷിയുള്ള തൈകൾക്ക് 50 രൂപയാണ് വില. സ്വകാര്യ കമ്പനികൾ സബ്സിഡി നിരക്കിൽ 15 രൂപയ്ക്കും 20 രൂപയ്ക്കും തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. കർഷകർക്ക് ഒറ്റയ്ക്ക് തന്നെ വിളവെടുപ്പ് നടത്താൻ കഴിയുന്നതിനാൽ കൂലിച്ചെലവും കുറവാണ്. റബ്ബർ തോട്ടങ്ങളിൽ ഇടവിളയായും കൊക്കോ കൃഷി വ്യാപകമാകുകയാണ്. എന്നാൽ കൊക്കോയുടെ വില നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇപ്പോഴും സ്വകാര്യ കമ്പനികളാണെന്നത് കർഷകർക്ക് ആശങ്കയാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ വെളിച്ചെണ്ണ വിലയിൽ വൻ ഇടിവ്. റെക്കോർഡ് ഉയരത്തിൽ നിന്ന് വില താഴോട്ടിറങ്ങുകയാണ്. 300 രൂപയും അതിന് താഴെയുമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വില ഈടാക്കുന്നത്. ഓണക്കാലത്ത് 500 മുകളിലേക്ക് കുതിച്ച വെളിച്ചെണ്ണയാണ് നിലവിൽ കുറഞ്ഞ വിലയ്ക്ക് നൽകപ്പെടുന്നത്. കോഴിക്കോട്ടെ മൊത്തവിപണിയിൽ വെളിച്ചെണ്ണയ്ക്ക് 334 രൂപയാണ് വില. ഓണക്കാലത്ത് ആവശ്യകത കുതിച്ചുയർന്നതോടെ നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും വില റെക്കോർഡിട്ടിരുന്നു. 90 രൂപ വരെ വിലയുണ്ടായിരുന്ന കൊപ്രയ്ക്ക് കഴിഞ്ഞ ഓണക്കാലത്ത് 270 രൂപ വരെയായിരുന്നു വില. ഇപ്പോഴത് കുറഞ്ഞ് 200 രൂപയായി. 180 രൂപ വരെ താഴാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. നാളികേരത്തിന്റെ വിലയും കുറഞ്ഞിട്ടുണ്ട്. 1 കിലോ തേങ്ങയ്ക്ക് 55 രൂപ നൽകിയാണ് കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നത്. ഓണക്കാലത്ത് കിലോയ്ക്ക് 78 രൂപ വരെ ഉയർന്നിരുന്നു. വൻതോതിൽ വിളവെടുപ്പ് നടന്നാണ് ഇപ്പോഴത്തെ വിലയിടിവിന് കാരണമായി വ്യാപാരികൾ പറയുന്നത്. വിലക്കയറ്റം ബാധിച്ചതോടെ നാളികേര വ്യാപാരത്തിൽ കാര്യമായ കുറവ് വന്നിരുന്നു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് കൂടിയത് ഇപ്പോഴത്തെ വിലക്കുറവിന് കാരണമായിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള നാളികേരവും വിപണിയിലെത്തുന്നുണ്ട്. ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി ചെലവ് ഉയർന്നതും നേരത്തെ വെളിച്ചെണ്ണയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. അതേസമയം വരാനിരിക്കുന്ന നോമ്പുകാലം വെളിച്ചെണ്ണ വില വീണ്ടും ഉയർത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയായി വർദ്ധിച്ചെങ്കിലും ആനുകൂല്യം ലഭിക്കാതെ കർഷകരുടെ കാത്തിരിപ്പ് നീളുന്നു. രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തതാണ് പ്രധാന തടസ്സമായി മാറുന്നത്. ജനുവരി ആയിട്ടും രജിസ്ട്രേഷൻ പുതുക്കാനാവാത്തതിനാൽ ഈ സീസണിൽ ആനുകൂല്യം ലഭിക്കാതാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. നവംബർ 1-നാണ് റബ്ബർ ഉൽപാദന പ്രോത്സാഹന പദ്ധതിയിൽ താങ്ങുവില 180 രൂപയിൽ നിന്ന് 200 ആക്കിയത്. താങ്ങുവില ലഭിക്കണമെങ്കിൽ കർഷകർ റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റ് മുഖാന്തരം ആദ്യം രജിസ്ട്രേഷൻ പുതുക്കണം. തുടർന്ന് റബ്ബർ വിറ്റതിന്റെ ബില്ല് റബ്ബർ ഉൽപാദന സംഘങ്ങൾ മുഖാന്തരം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി ഡിസംബർ പകുതിയോടെ വെബ്സൈറ്റ് തുറക്കണമെന്ന് റബ്ബർ ബോർഡ് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും തുറന്നില്ല. ജനുവരി ആയിട്ടും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തതിനാൽ ഈ സീസണിൽ ആനുകൂല്യം ലഭിക്കാതാകുമോ എന്നാണ് കർഷകരുടെ ആശങ്ക. വിപണി വിലയും 200 രൂപയും തമ്മിലുള്ള വ്യത്യാസമാണ് സർക്കാർ അനുവദിക്കുക. 185 രൂപയാണ് നിലവിലെ റബ്ബർ വില. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നതിനായി ബന്ധപ്പെട്ടുള്ള നിസ്സാര പ്രശ്നമേ ഉള്ളൂവെന്നും ഇത് പരിഹരിച്ചു വരികയാണെന്നും രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് തടസ്സങ്ങളില്ലെന്നും റബ്ബർ ബോർഡ് അധികൃതർ അറിയിച്ചു. എങ്കിലും RPSകൾക്ക് തടസ്സമുണ്ടായാൽ അതത് റീജിയണൽ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ ഉടൻ പരിഹരിച്ചു നൽകും. രജിസ്ട്രേഷൻ പുതുക്കൽ പൂർത്തിയായാൽ ഡിസംബർ 15 വരെയുള്ള ബില്ലുകളും കർഷകർക്ക് അപ്ലോഡ് ചെയ്യാം. പദ്ധതിയിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇപ്പോൾ ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ സാധിക്കൂ. പുതിയ രജിസ്ട്രേഷൻ സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്നവർക്കാകും ആരംഭിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 186, RSS 5 182, ലാറ്റക്സ് 128, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിഡ് 71,500, കുരുമുളക് അൺഗാർബിഡ് 69,500, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 31,200, കൊപ്ര 12,980, ചുക്ക് 28,000. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability.